ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള രണ്ടാമത്തെ കാരണം, അതായത് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഈ ലേഡി പോലീസ് ഓഫീസറിനെ, അതായത് ഈ വിക്ടിമിന് ഹലോ ഹായ് SBT ടോക്സിലേക്ക് സ്വാഗതം. ഈ ഒരു വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്യണ്ട എന്ന് കരുതുകയായിരുന്നു, അതുകൊണ്ട് തന്നെ ഒഴിവാക്കി വിട്ടതാണ്. എന്നാൽ ഇതിന്റെ ഫർദർ ഡെവലപ്മെന്റ്സ് കണ്ടപ്പോൾ ചെയ്യണമെന്ന് തോന്നി. കാര്യം വേറൊന്നുമല്ല, ഇപ്പൊ റീസെന്റ് ഒരു പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ആ പ്രൊട്ടസ്റ്റ് എന്തിനാണ്, ആരാണ് ചെയ്തത്, അതൊന്നും ഇവിടെ മാറ്റർ അല്ല. ഇവിടുത്തെ മാറ്റർ എന്ന് പറയുന്നത്, ആ പ്രൊട്ടസ്റ്റ് നടന്ന സമയം ഒരു വ്യക്തി ഒരു ലേഡി പോലീസ് ഓഫീസറിനെ കടന്നു കയറി പിടിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ബോഡി പാർട്ടിൽ തന്നെയാണ് കയറി പിടിച്ചിട്ടുള്ളത് എന്ന് തന്നെ പറയണം. ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ആ വീഡിയോ ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നില്ല, കാരണം ആ വീഡിയോ ഓൾറെഡി ഒട്ടുമിക്ക പേരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും ഓൾറെഡി. കാരണം അത് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇൻ ദ സെൻസ് ന്യൂസും അതുപോലെ മറ്റു യൂട്യൂബ് ചാനൽസും അതുപോലെ ട്രോൾ വീഡിയോസ് ഒക്കെ ആയിട്ട് പ്രചരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും, അവർക്ക് അവിടുന്ന് കാണാം. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ട് ഈ ഒരു വീഡിയോയുടെ ലെങ്ത് കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഈ ഒരു സംഭവത്തെ പൊളിറ്റിക്കലൈസ് ചെയ്യാൻ ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ മനസ്സിലാക്കണം, അതായത് ഒരു പ്രത്യേകം പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആളാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം അതങ്ങനെ തന്നെയാണ്. എന്നിരുന്നാലും ശരി, ഇത് ഒരു പൊളിറ്റിക്കലൈസ് ചെയ്യേണ്ട ഒരു മാറ്റർ അല്ല. ഇത് നമ്മളുടെ സൊസൈറ്റിക്ക് വന്നിട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ സൊസൈറ്റിയിലെ ഓരോ വ്യക്തികളും ഇതിനെതിരെ പ്രതികരിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ പൊളിറ്റിക്കൽ പാർട്ടിനെ കുറ്റം പറഞ്ഞിട്ട് ഇവിടെ ഒരു കാര്യവുമില്ല. ഏത് പാർട്ടിയാണ്, അല്ലെങ്കിൽ ആ പാർട്ടിയാണ് അത് ചെയ്ത, ആ പാർട്ടിയിലെ വ്യക്തിയാണ് അത് ചെയ്തിട്ടുള്ള, അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ചെയ്തിട്ടുള്ള വ്യക്തിയുടെ പൊളിറ്റിക്കൽ പാർട്ടി അടക്കം എല്ലാവരും ഒന്ന് ചേർന്ന് അവൻക്കെതിരെ പ്രവർത്തിക്കണം. കാരണം പബ്ലിക്ലി ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി പ്രൈവറ്റ്ലി ഒരു പെൺകുട്ടിയെ അവന്റെ കയ്യിൽ കിട്ടിയാൽ അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾ സൊസൈറ്റിയിൽ പാടില്ല. അതായത് നമുക്ക് മലയാളി എന്ന ഒറ്റ ഒരു കാര്യമുണ്ട്. ആ ഒരു മലയാളി എന്നൊരു സംഭവം എടുത്തിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇവൻക്കെതിരെ അല്ലെങ്കിൽ ഇവനെ പോലത്തെ ആളുകൾക്കെതിരെ നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ്. അല്ലാതെ ഇതിനെ പൊളിറ്റിക്കലൈസ് ചെയ്തിട്ട് ഈ സംഭവത്തെ വേറെ കാര്യത്തിലേക്ക് വ്യാഖ്യാനിക്കാൻ പാടില്ല. ഇതൊരിക്കലും പൊളിറ്റിക്കലൈസ് ചെയ്യേണ്ട ഒരു മാറ്റർ അല്ല. ഇത് നമ്മൾ സമൂഹത്തിലുള്ള ഒരു പ്രശ്നമാണ്. അതിനെ സമൂഹത്തിലെ എല്ലാ വ്യക്തികളും ഒരുമിച്ച് ചേർന്ന് ഈ ഒരു കാര്യത്തെ നേരിടുകയാണ് ചെയ്യേണ്ടത്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള രണ്ടാമത്തെ കാരണം, അതായത് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഈ ലേഡി പോലീസ് ഓഫീസറിന്, അതായത് ഈ വിക്ടിമിന് ഇവിടെ കംപ്ലൈന്റ് ഇല്ല എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. ആക്ച്വലി അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവർക്ക് കംപ്ലൈന്റ് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള അതിനുള്ള റൈറ്റും ഫ്രീഡം ഒക്കെ അവർക്കുണ്ട്. അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. അതിനെയൊക്കെ മാനിച്ചുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, എൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത്, ഒരു സ്ത്രീക്ക്, നമുക്കറിയാം, ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് അത് സ്ത്രീ ആയാലും പുരുഷനായാലും എല്ലാവരും ആ പ്രൊട്ടസ്റ്റിൽ ഉണ്ടാവും. അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാവും. അതൊക്കെ അറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ആ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് ആ വ്യക്തി അറിയാതെ തൊട്ടുവെന്നല്ല. കാരണം ഒരിക്കൽ കയറി പിടിച്ചു, ഈ ഒരു ലേഡി പോലീസ് ഓഫീസർ ആ കൈയെടുത്ത് മാറ്റാൻ ശ്രമിച്ചു, അവൻ വീണ്ടും കയറി പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് മനഃപൂർവ്വം ചെയ്ത ഒരു കാര്യം തന്നെയാണ്. അല്ലാതെ അറിയാതെ അബദ്ധത്തിൽ നടന്ന ഒരു കാര്യമായിട്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തോന്നില്ല. രണ്ടാമത്തെ കാര്യം, അതിനുശേഷം ആ ഒരു വിക്ടിം, അതായത് ഈ ഒരു ലേഡി പോലീസ് ഓഫീസർ തിരിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ആ റിയാക്ഷനിൽ നമുക്ക് മനസ്സിലാവും ആ പിടിച്ചത് ആ ഒരു സ്ത്രീക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരു കാര്യം. അതുകൊണ്ട് തന്നെ കംപ്ലൈന്റ് കൊടുക്കാനുള്ള സാധ്യത വളരെ അധികമാണ്, കൂടുതലായിരുന്നു. എന്നാൽ ഇവിടെ കംപ്ലൈന്റ് ഇല്ല എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ലേഡി പോലീസ് ഓഫീസറിന് ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടും അവർക്ക് കംപ്ലൈന്റ് ഇല്ല എന്ന് പറയുന്നു. അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. എന്നിരുന്നാലും ശരി, എന്തെങ്കിലും പേഴ്സണൽ റീസൺസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഭയന്നിട്ടാവാം, എന്തുമാവട്ടെ. ഈ ഒരു സാഹചര്യത്തിൽ ഒരു സാധാരണ സ്ത്രീക്ക്, ഒരു പോലീസ് ഓഫീസർക്കാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്, എന്നാൽ ഒരു സാധാരണ സ്ത്രീക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നു കഴിഞ്ഞാൽ അവർ എന്ത് ധൈര്യത്തിലാണ് ഒരു കംപ്ലൈന്റ് കൊടുക്കുക? കാരണം ഒരു പോലീസ് ഓഫീസറിന് ഇങ്ങനെ സംഭവിച്ചിട്ടും അവർ കംപ്ലൈന്റും കൊടുക്കുന്നില്ല, അവർക്ക് ജസ്റ്റിസ് കിട്ടുന്നുമില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു സാധാരണ സ്ത്രീ എന്ത് ഉറപ്പിലാണ്, എന്ത് ധൈര്യത്തിലാണ് കംപ്ലൈന്റ് കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കുമോ? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഇവിടെ സൊസൈറ്റിയിൽ വരും ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ. അതുപോലെ തന്നെയാണ് വേറൊരു കാര്യമുള്ളത്, എല്ലാവരും സ്ത്രീകളെ കയറി പിടിച്ചു കഴിഞ്ഞാൽ മാത്രം കേസ് കൊടുക്കുന്നു എന്ന് പറയുന്നത് അതൊരു തെറ്റായ പ്രവണതയാണ്. പുരുഷന്മാരെ കയറി പിടിച്ചാലും, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ പിടിച്ചു കഴിഞ്ഞാൽ കേസ് ഫയൽ തന്നെ ചെയ്യണം. കാരണം ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം.
ഒരേപോലെ തന്നെ വേണം. ഒരു സ്ത്രീയെ കയറി പിടിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ത്രീ കംപ്ലൈന്റ് കൊടുക്കുന്നത് പോലെ തന്നെ പുരുഷനെ പിടിച്ചു കഴിഞ്ഞാൽ പുരുഷന് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ച് പുരുഷനും കേസ് കൊടുക്കുക തന്നെ ചെയ്യണം. അല്ലാതെ അത് വൺ വേ മാത്രം ആവാൻ പാടില്ല, രണ്ട് വേയും ആവണം. എന്നാൽ ഒരു പുരുഷനെ കയറി പിടിച്ചു കഴിഞ്ഞാൽ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ അത് അത്ര സീരിയസ് ആക്കി എടുക്കില്ല. പക്ഷേ അത് സീരിയസ് ആയിട്ട് എടുക്കുക തന്നെ ചെയ്യണം. കാരണം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അതുപോലത്തെ ഒരുപാട് ഇഷ്യൂസസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങളും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ കോമെന്റ് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യാത്തവരാണെങ്കിൽ അതിനുള്ള റീസൺ എന്താണെന്നും കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇനി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കുന്നതിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.